അച്ഛാ ഈ ജൂപ്പിറ്ററിനെ പറ്റി കുറച്ച് കാര്യങ്ങളൊന്ന് പറയൂ. ജൂപ്പിറ്റർ ജൂപ്പിറ്റർ എന്ന് പറഞ്ഞാൽ വ്യാഴം. വ്യാഴത്തിനെ നമ്മൾ പറയുന്നത് ഗുരു എന്നല്ലേ. ഗുരു ഗുരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുരു ഇരുട്ടിനെ അകറ്റുന്നവൻ എന്നാണ് പറയുന്നത്. ഇരുട്ടിനെ അകറ്റുന്നതാണ് ഗുരു. എക്സാമ്പിൾ, അതായത് ഇരുട്ട് എവിടെയൊക്കെ ഇരുട്ട് വ്യാപിച്ചോ അവിടെയൊക്കെ ഗുരുവിൻ്റെ പ്രകാശം ഉണ്ടെങ്കിൽ, ഗുരു ഉണ്ടെങ്കിൽ ആ അന്ധകാരം നമുക്ക് മാറിക്കിട്ടും. അപ്പം ഗുരുവാണ് ഒരു ചാർട്ടിൽ നമ്മളെ ഏറ്റവും കൂടുതൽ അനുഗ്രഹിക്കുന്ന പ്ലാനറ്റ് എന്ന് പറഞ്ഞാൽ ഗുരുവാണ്. അതായത് ഇപ്പോൾ ഒരു ഭാവത്തിൽ എന്തെങ്കിലും ഒരു നെഗറ്റിവിറ്റി ഉണ്ടെങ്കിൽ ഗുരുവിൻ്റെ ദൃഷ്ടി അങ്ങോട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഗുരുവിനോടൊപ്പമാണെങ്കിൽ ഗുരു നമ്മളെ സഹായിക്കും ആ ഒരു നെഗറ്റിവിറ്റിയിൽ നിന്ന് നമ്മൾ ഓവർകം ചെയ്യാൻ വേണ്ടി. അങ്ങനെയാണ് പൊതുവെ പറയുന്നത്. പക്ഷെ അതിൻ്റെ ഒരു രസകരമായൊരു കാര്യമുണ്ട്. ഗുരു എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഇരുട്ടിനെ അകറ്റുന്നതാണ് ഗുരു എന്ന്. അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ വിളക്കാണ് കത്തിക്കുന്നത് ഇരുട്ടിനെ അകറ്റാൻ വേണ്ടി. വിളക്ക് കത്തിച്ച് വെക്കും. അപ്പോൾ വിളക്ക് കത്തിച്ച് വെക്കുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. വിളക്ക് കത്തിച്ച് വെച്ച് കഴിഞ്ഞാൽ ചുറ്റും പ്രകാശം കിട്ടുമല്ലോ. കിട്ടും. ഒരു സ്ഥലത്ത് പ്രകാശം കിട്ടില്ല. എവിടെയാണത്? വിളക്കിൻ്റെ നേരെ ചോട്ടിൽ. അതായത് വിളക്ക് കത്തിച്ച് നമ്മൾ പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ വിളക്കിൻ്റെ ചോട്ടിലാണ്. അത് വിളക്ക് എവിടെ വെക്കുന്നു അതിൻ്റെ ചോട്ടിൽ നമുക്ക് പ്രകാശം കിട്ടില്ല. ചുറ്റും എല്ലായിടത്തോട്ടും പ്രകാശം കിട്ടുകയും ചെയ്യും. അതാണ് ഒരു പ്രത്യേകത. അപ്പോൾ ഈ ഗുരുവിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗുരു ഏതെങ്കിലും ഒരു ഹൗസിൽ ഇരിക്കുകയാണെന്ന് വിചാരിച്ചോ. ഇരിക്കുകയാണെങ്കിൽ ഗുരു ഇരിക്കുന്ന ഹൗസ് ഉണ്ടല്ലോ, ഇരിക്കുന്ന ഹൗസ് എന്ന് പറഞ്ഞാൽ അതിന്റെ ചോടാണ്. അപ്പം അവിടെ ഗുരുവിന്റെ പ്രകാശം കിട്ടില്ല, വേണ്ടത്ര കിട്ടില്ല. ഇരിക്കണ ഹൗസ് കിട്ടില്ല. അപ്പൊ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മള് ഒരാളുടെ ഒരു ഗുരു ഒരു ഹൗസിൽ ഇരിക്കുകയാണെങ്കിൽ അയാള് ആ ഹൗസിൽ കൂടുതൽ ശ്രദ്ധിക്കണം. ഇപ്പൊ ഗുരുവിന്റെ ആസ്പെക്ട് നമുക്കറിയാം. 5th ആസ്പെക്റ്റും ഉണ്ട്, 9th ആസ്പെക്റ്റും ഉണ്ട്. 5ാം ഭാവത്തിലോട്ട് നോക്കും, 9ാം ഭാവത്തിലോട്ട് നോക്കും. ആ 2 ഭാവങ്ങളും ഓക്കെയാണ്. കാര്യം ഗുരുവിന്റെ ദൃഷ്ടിയാണല്ലോ അവിടെ കിട്ടിയേക്കുന്നത്. അതുകൊണ്ട് ആ 2 ഭാവങ്ങളും ഓക്കെ. അപ്പോൾ ഒരാളുടെ ചാർട്ടിൽ പക്ഷെ ഗുരു ഇരിക്കുന്ന ഭാവം ഉണ്ടല്ലോ, ആ ഇരിക്കുന്ന ഭാവത്തിൽ നമ്മൾ എപ്പോഴും പറയണം അവിടെ എക്സ്ട്രാ കെയർ നിങ്ങൾ കൊടുക്കണം. അതായത് ഒരാളുടെ 1ാം ഭാവത്തിലാണെങ്കിൽ ഗുരു ഇരിക്കണമെന്ന് വിചാരിക്കുക. 1ാം ഭാവം എന്ന് പറഞ്ഞാൽ ഒരാളുടെ ശരീരമാണ്, ഓവറോൾ ഹെൽത്താണ്. അപ്പം നമ്മൾ അയാളോട് പറയുന്നുണ്ടത് അയാളുടെ ഫിസിക്കൽ കാര്യങ്ങളിൽ, അതായത് അയാളുടെ ആരോഗ്യത്തിൽ കൂടുതൽ സംരക്ഷിക്കണം എന്ന് പറയും. 5ാം ഭാവത്തിലോട്ട് 9ാം ഭാവത്തിലോട്ട് നമ്മൾ നോക്കേണ്ട കാര്യമേ ഇല്ല. കാര്യം 1ലിരിക്കുന്ന ഗുരു 5ലോട്ട് നമ്മുടെ ഇന്റലിജൻസ് ബുദ്ധിയിലോട്ട് നോക്കും, 9ലോട്ട് നമ്മുടെ ഭാഗ്യത്തിലോട്ട് നോക്കും. അപ്പോൾ ആ 2 ഏരിയയും പക്കയാണ്. ആ 2 ഏരിയയിലും പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. പക്ഷേ ആരോഗ്യ കാര്യത്തിൽ ഇയാൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടി വരും. മനസ്സിലായോ? പിന്നെ ഈ ജൂപ്പിറ്റർ എക്സോൾട്ടഡ് ആവുന്നത് എവിടെയാ? പിന്നെ അതിന്റെ ഗുണങ്ങൾ എന്തുവാ? ജൂപ്പിറ്റർ എക്സോൾട്ടഡ് ആവുന്നത് ക്യാൻസറിലാണ്. അത് നമുക്ക് നോക്കിയാൽ അറിയാം. ഇപ്പം ക്യാൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലപുരുഷന്റെ 4ാമത്തെ രാശിയാണല്ലോ. ചന്ദ്രന്റെ സ്വന്തം വീടാ അത്, ചന്ദ്രന്റെ. അപ്പം 4ാം ഭാവം എന്ന് പറയുന്നത് അമ്മയാണ്. ഓക്കെ, ചന്ദ്രൻ എന്ന് പറയുന്നത് അമ്മയാണ്. ഇത് രണ്ടും കൂടി വരുന്ന കാലപുരുഷന്റെ 4ാം ഭാവത്തിലാണ് ജൂപ്പിറ്റർ എക്സോൾട്ടഡ് ആവുന്നത്. അതെന്തുകൊണ്ടാ? ഈ മാതാപിതാ ഗുരു ദൈവം എന്നാണല്ലോ നമ്മൾ പറയാറ്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഗുരു ആരാണ്? മാതാവാണ്. അതുകൊണ്ട് തന്നെ ജൂപ്പിറ്റർ എക്സോൾട്ടഡ് ആവുന്നത് ഈ 4ലാണ്. അപ്പോൾ അതിൻ്റെ രസകരമായ കാര്യം കൂടി ഉണ്ട്. നമ്മളിപ്പോൾ പലപ്പോഴും ജൂപ്പിറ്റർ എക്സോൾട്ടഡ് ആണെങ്കിൽ നമ്മൾ എന്ത് വിചാരിക്കും? അയാൾക്ക് എന്ത് നല്ലതല്ലേ, നല്ലതാണെന്ന് വിചാരിക്കും. പക്ഷെ എപ്പോഴും അങ്ങനെ ആവണമെന്നില്ല. ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ ശ്രീരാമചന്ദ്രന്റെ ജൂപ്പിറ്റർ എക്സോൾട്ടഡ് ആയിരുന്നു. ശ്രീരാമചന്ദ്രൻ ക്യാൻസർ അസെൻഡന്റ് ആണ്. അതായത് കർക്കിടകമാണ് ശ്രീരാമന്റെ ലഗ്നം. ഓക്കെ, അവിടെ തന്നെ ആരാ അസെൻഡന്റ്? അവിടെ തന്നെ ജൂപ്പിറ്റർ ഫസ്റ്റ് ഹൗസിൽ നിൽക്കുക. അപ്പോൾ അതും എക്സോൾട്ടഡ് ആണ്. അപ്പോൾ നമ്മൾ പ്രത്യക്ഷത്തിൽ നമ്മൾ പറയും ജൂപ്പിറ്റർ എക്സോൾട്ടഡ് ആയിട്ട് നിൽക്കുന്നു, ഫസ്റ്റ് ഹൗസിൽ നിൽക്കുന്നു, വളരെ നല്ലതാണ്, സംശയമൊന്നുമില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ ക്യാൻസർ അസെൻഡന്റ് ആയതുകൊണ്ട് തന്നെ ജൂപ്പിറ്റർ ഏതൊക്കെ ഹൗസിലോടാണ് ശ്രീരാമനെ സംബന്ധിച്ചിടത്തോളം? അതായത് ഒന്ന് സാജിറ്റേറിയസ് ജൂപ്പിറ്ററിന്റെ സ്വന്തം ഹൗസാണ്, പിന്നെ പൈസീസും ജൂപ്പിറ്ററിന്റെ സ്വന്തം ഹൗസാണ് ആണല്ലോ. അപ്പോൾ ഒന്ന് സാജിറ്റേറിയസ് എന്ന് പറയുന്നത് ക്യാൻസറിന്റെ 6th ഹൗസാണ്, 6ാം ഭാവം. 6ാം ഭാവം നമ്മൾ പഠിച്ചേക്കണം എന്താ? 6ാം ഭാവം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശത്രുക്കള്, രോഗരിപുരണമാണ് 6ാം ഭാവം എന്ന് പറയുന്നത്. അപ്പൊ 6th ഹൗസ് പറഞ്ഞാൽ ശത്രുക്കളുടെയാണ്. ഓക്കെ, അതേപോലെ തന്നെ 9th ഹൗസും ആരുടെയാണ്? ഈ ജൂപ്പിറ്ററിന്റെയാണ്. അത് പൈസീസ് എന്ന് പറയുന്നത്. അപ്പോൾ ശ്രീരാമന്റെ 6th ഹൗസിലോടും 9th ഹൗസിലോടും എക്സോൾട്ടഡ് ആയിട്ട് നിൽക്കുന്നു. അപ്പൊ അയാൾക്ക് എങ്ങനെയുള്ള ശത്രുക്കളെ ആയിരിക്കും ശ്രീരാമന് കിട്ടുന്നത്? അത് തന്നെ, ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ശത്രുക്കളായിരിക്കും ശ്രീരാമന് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ രാവണനെ പോലെ പ്രബലനായ ഒരു ശത്രുവാണ് ശ്രീരാമന് കിട്ടുന്നത്. അതേപോലെ 9th ഹൗസിലോടും എക്സോൾട്ടഡ് ആയത് കാരണം ശ്രീരാമൻ ഒരുപാട് തീർത്ഥയാത്രകൾ നടത്തുന്നുണ്ട്, ഒരുപാട് ധാർമ്മിക കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇത് രണ്ടും പൈസീസ് ആണല്ലോ 9th ഹൗസ്. ഇത് രണ്ടും എപ്പോഴാണ് നടക്കുന്നതെന്ന് അറിയുമോ? അതായത് ശ്രീരാമൻ വനവാസത്തിന് വേണ്ടി 12 കൊല്ലം
വീട് വിട്ട് ഇറങ്ങുന്നതും ഈ പറഞ്ഞ പോലെ രാവണനെ കാണുന്നതും ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നത് ശ്രീരാമന്റെ വ്യാഴദശയിലാണ്. അതായത് 6th ഹൗസ് ലോഡിന്റെയും 9th ഹൗസ് ലോഡിന്റെയും ദശയിലാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. അതായത് ജൂപ്പിറ്ററിന്റെ സമയത്താണ് ഇതെല്ലാം സംഭവിക്കുന്നത്. ജൂപ്പിറ്റർ എക്സോൾട്ടഡ് ആണ്, അതുകൊണ്ട് വലിയ ശത്രുക്കളെ കിട്ടി. അതുപോലെ ശ്രീരാമൻ ഒരുപാട് തീർത്ഥാടന കേന്ദ്രങ്ങളിൽ പോയി. ശ്രീരാമൻ പോയത് കൊണ്ട് തന്നെ തീർത്ഥാടന കേന്ദ്രങ്ങളായ സ്ഥലങ്ങളുണ്ട്. അതാണ് ജൂപ്പിറ്റർ എക്സോൾട്ടഡിന്റെ പ്രത്യേകത. വേറെ രാജ ഹരിശ്ചന്ദ്രൻ കേട്ടിട്ടില്ലേ? അദ്ദേഹത്തിന്റെ 4th ഹൗസിലാണ് ജൂപ്പിറ്റർ എക്സോൾട്ടഡ് ആയിരുന്നു. അതായത് മേടൻ രാശി, അതായത് ഏരീസ്. അപ്പൊ 4th ഹൗസിൽ ജൂപ്പിറ്റർ നിൽക്കുന്നു, എക്സോൾട്ടഡ് ആണ്. അപ്പോൾ നമ്മൾ പറയും 4th ഹൗസ് ജൂപ്പിറ്റർ എക്സോൾട്ടഡ് വളരെ നല്ലതാണ്. പക്ഷെ അവിടെ ഒരു കാര്യമുണ്ട്, ഈ ഏരീസ് ആയതുകൊണ്ട്, അസെൻഡന്റ് ആയതുകൊണ്ട് 9th ഹൗസിലോട്, അതായത് സാജിറ്റേറിയസ് ആണ് 9th ഹൗസിലോട് എക്സോൾട്ടഡ് ആയി, 12th ഹൗസിലോട് എക്സോൾട്ടഡ് ആയി. 12th ഹൗസിലോട്, പൈസീസ് അല്ലേ 12th ഹൗസ്. അപ്പൊ എന്തു പറ്റി? ഈ ഹരിശ്ചന്ദ്രൻ വളരെ ധാർമ്മികനായ ആളായിരുന്നു. അദ്ദേഹത്തിന് വ്യാഴദശ വന്നപ്പോൾ എന്തു പറ്റിയെന്ന് അറിയുമോ? 12th ഹൗസിലോടാണല്ലോ ജൂപ്പിറ്റർ എന്ന് പറയണത്. അദ്ദേഹത്തിന്റെ എല്ലാം പോയി, എല്ലാം നഷ്ടപ്പെട്ടു. ലോസസ് ആണ് 12th ഹൗസ് എന്ന് പറയണത്. നമുക്കറിയാലോ, ഹോസ്പിറ്റല്, ജയില്, ഈ പറയണ പോലെ ശ്മശാനം, എല്ലാം 12th ഹൗസിൽ വരും. ഐസോലേഷൻ എല്ലാം 12th ഹൗസിൽ വരും. ഇയാള് ശ്മശാനത്തില് ഒറ്റയ്ക്ക് ചെതയൊരുക്കുന്ന ജോലിയായി പോയി അവസാനം ഹരിശ്ചന്ദ്രന്. ചെതയൊരുക്കുന്ന ജോലി, അതായത് ശ്മശാനത്തിൽ വരുന്ന ശവങ്ങൾ ദഹിപ്പിക്കുന്ന ജോലിയായി ഹരിശ്ചന്ദ്രന് അദ്ദേഹത്തിന്റെ വ്യാഴദശയിൽ. അപ്പം ജൂപ്പിറ്റർ എക്സോൾട്ടഡ് ആണ് അവിടെ സംഭവിച്ചത് നോക്കി. പക്ഷേ ഈ രണ്ട് സ്ഥലങ്ങളിൽ ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജൂപ്പിറ്റർ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ, അതായത് ഒരു കാരണവശാലും നമ്മൾ ധാർമ്മികമായ കാര്യങ്ങളിൽ നിന്നും, അതായത് തെറ്റായിട്ടൊന്നും ചെയ്യാൻ പാടില്ല, നമ്മൾ വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുകയാണെങ്കിൽ ജൂപ്പിറ്ററിന്റെ ദശയിൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും വരുന്നു എന്ന് വിചാരിച്ചോ, എന്നാൽ പോലും അന്തിമമായിട്ട് ജൂപ്പിറ്റർ നമ്മളെ രക്ഷിക്കും. ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ലേ, ഇപ്പം നെഗറ്റീവായിട്ടുള്ള ഹൗസുകളിൽ ജൂപ്പിറ്റർ വന്നാൽ എങ്ങനെയായിരിക്കും? ഇപ്പം ഞാൻ ഒരിക്കലും ഓർക്കുന്നുണ്ട്, 8th ഹൗസിൽ ജൂപ്പിറ്റർ ആണെങ്കിൽ, 8th ഹൗസിൽ ജൂപ്പിറ്റർ നല്ലതല്ലെന്ന് നമ്മൾ പറയുമല്ലോ. ഇപ്പോൾ 8th ഹൗസ് നമ്മൾ ഡെത്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു എന്ന് പറയും. പക്ഷേ അൾട്ടിമേറ്റ്ലി എന്ത് സംഭവിക്കും? അവർ മരണത്തിനോട് അടുത്താലും ആ മരണത്തിന്റെ ഉള്ളിൽ നിന്ന് ഫീനിക്സ് പക്ഷിയെ പോലെ അവർ തിരിച്ചു വരും. അതാണ് അവരുടെ പ്രത്യേകത. ഇനി ഡെബിലി ആവുന്ന എവിടെയാ? മകരത്തിലാണ് അല്ലെ? അതായത് അക്വേറിയസിലല്ലേ? അക്വേറിയസിലല്ല, കാപ്രിക്കോണിലാണ്. മകരൻ രാശിയിലാണ് ജൂപ്പിറ്റർ ഡെബിലി ആവുന്നത്. അവിടെ ഒരു കഥ പറയാം. അതായത് നമ്മൾ പരാശര ഹോരയിലും അതേപോലെ തന്നെ വരാഹമിഹിരൻ്റെ ബൃഹജ്ജാതകത്തിലും നമ്മൾ എന്താ പറയാ, ജൂപ്പിറ്ററിനെ വ്യാഴത്തിന് എന്തായിട്ടാണ് പറയാന്നറിയോ? വ്യാഴത്തിന് ഇന്ദ്രനായിട്ടാണ് പറയാറ്. ഇന്ദ്രൻ. വ്യാഴത്തിന് ഇന്ദ്രനായിട്ട് പറയാറ്. ശുക്രനെ നമ്മൾ ഇന്ദ്രാണി, അതായത് ശചി ദേവിയായിട്ടാണ് പറയുന്നത്. അതെന്തുകൊണ്ടാണ് പറയണമെന്ന് പറയാം. എന്തുകൊണ്ടാണെന്നല്ല, അതിൻ്റെ ഇവിടെ റെലവൻസ് എന്താണെന്ന് പറയാം. അതായത് ഈ ഗജേന്ദ്ര മോക്ഷം എന്ന് പറഞ്ഞൊരു കഥയുണ്ട്. ഓക്കെ, ഗജേന്ദ്ര മോക്ഷം. അപ്പോൾ ജൂപ്പിറ്ററിന് ഞാൻ പറഞ്ഞു ഇന്ദ്രനായിട്ടാണ് പറയുന്നതെന്നും. ഈ ഗജേന്ദ്ര മോക്ഷത്തില് ഗജങ്ങളുടെ ഇന്ദ്രനായിട്ടുള്ള ഒരാളുണ്ട്. ഗജങ്ങളുടെ ഇന്ദ്രൻ ഒരാനയാണത്. ഈ ആന എന്ത് പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ആന അതിൻ്റെ കൂടെയുള്ള ആന കൂട്ടങ്ങളോടൊക്കെ ഇപ്പോൾ പോയി ഒരു തടാകത്തിൽ ചെന്ന് കുളിക്കുമ്പോൾ ഈ ആനേനെ ഒരു മുതല പിടിക്കുക. അതായത് ഗജങ്ങളുടെ ഇന്ദ്രനെ ഒരു മുതല പിടിക്കുകയാണ്. ഈ കാപ്രിക്കോൺ സൈൻ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഒരു 4 കാലുള്ള ഒരു മൃഗം, മാനാണെന്ന് പറയുന്നു, അതിനൊരു മുതല പിടിക്കുന്നതാണ് അവിടെ കാണുന്നത്. അതേപോലെ തന്നെ ജൂപ്പിറ്റർ ഈ സൈനിൽ വരുമ്പോൾ, എവിടെ കാപ്രിക്കോണിൽ വരുമ്പോൾ ഡെബ്ലി ആവും. ഓക്കെ, അതായത് അവിടെ ഇന്ദ്രൻ ആണ് ഡെബ്ലി ആവുന്നത്, ഗജേന്ദ്രൻ ആണ് ഡെബ്ലി ആവുന്നത്. ഗജേന്ദ്രനെ മുതല പിടിച്ചു. അപ്പം ഈ വ്യാഴത്തിനെ ഇന്ദ്രനോട് ഉപമിച്ച് നമ്മൾ ആലോചിക്കണം. അപ്പം ഗജേന്ദ്രനെ മുതല പിടിക്കുന്നതിനോട് കമ്പാരിസൺ ചെയ്ത് നോക്കണം. അവിടെ എന്ത് സംഭവിച്ചു? അവിടെ ഡെബിലിയായി, അല്ലെങ്കിൽ ഗജേന്ദ്രനെ മുതല പിടിച്ചു. എന്ത് സംഭവിച്ചു? അവിടെ ഗജേന്ദ്രൻ കൂടെയുള്ളവരോട് എല്ലാവരോടും പൊക്കോളാൻ പറയും. കാര്യം ആരും രക്ഷിക്കാനില്ല, എല്ലാവരോടും പൊക്കോളാൻ പറയും. അവിടെ ഗജേന്ദ്രൻ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ തടാകത്തിൽ ഒരുപാട് താമരകളുണ്ട്. ഈ താമര പറിച്ചിട്ട് വിഷ്ണുവിനെ സ്തുതിക്കും. വിഷ്ണുവിനെ സ്തുതിക്കുമ്പോൾ വിഷ്ണു അവിടെ എത്തിച്ചിട്ടാണ് ഇയാളെ ഈ മുതലയിൽ നിന്ന് രക്ഷിക്കുന്നത്. അതിനാണ് ഗജേന്ദ്ര മോക്ഷം എന്ന് പറയുന്നത്. അപ്പൊ ജൂപ്പിറ്റർ ഡെബ്ലി ആയ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ? അത് തന്നെ, വിഷ്ണുവിനെ ഭജിക്കുക. എസ്പെഷ്യലി ഗജേന്ദ്ര മോക്ഷം വായിക്കുകയോ പഠിക്കുകയോ ഒക്കെ ചെയ്യുക. അതേപോലെ തന്നെ താമര ഭഗവാന് വിഷ്ണുവിനെ അർപ്പിക്കുക. ഇതൊരു നല്ല ഒന്നാന്തരം സൊല്യൂഷനാണ്. ഏത്? ഈ ജൂപ്പിറ്റർ ഡെബ്ലി ആയി കഴിഞ്ഞാൽ. അതുപോലെ തന്നെ ഉണ്ടല്ലോ, ജൂപ്പിറ്ററിനെ പലപ്പോഴും നമ്മൾ വിഷ്ണുവിനോട് മാത്രമാണ് ഉപമിക്കാറ്. പക്ഷെ അങ്ങനെയല്ല. ജൂപ്പിറ്റർ എന്ന് പറയുമ്പോൾ ഗുരുവാണ്. ഇപ്പം നമ്മൾ ശിവനെ, ഇപ്പം ജൂപ്പിറ്റർ 7th ഓക്കെ, ജൂപ്പിറ്റർ 7th നമ്മൾ ശിവനെയാണ് നമ്മൾ കൂടുതൽ ഭജിക്കേണ്ടത്. കാര്യം 7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാരകസ്ഥാനമാണെന്ന് അറിയാലോ. അപ്പൊ ജൂപ്പിറ്റർ അത് ഞാൻ പിന്നീട് ഒരു ക്ലാസ്സിൽ പറയാം, മാരകൻ എന്താണ്.
അപ്പം ജൂപ്പിറ്റർ 7th വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മാരകസ്ഥാനം എന്ന് പറഞ്ഞാൽ കില്ലർ പ്ലാനറ്റാണ് അവിടെ നിൽക്കുന്നത്, നിൽക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ മൃത്യുവിൽ നിന്ന് രക്ഷിക്കാൻ ഒരാൾക്കേ കഴിയുള്ളൂ. അതാർക്കാണ്? മൃത്യുഞ്ജയന് മാത്രമേ കഴിയുള്ളൂ. സാക്ഷാൽ ശിവനാണ്. അപ്പോൾ ജൂപ്പിറ്റർ 7th നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? മൃത്യുഞ്ജയ മന്ത്രം ജപിക്കണം. ഓക്കെ, ശിവൻ തീർച്ചയായും ഗുരുവാണ്. വിഷ്ണു മാത്രമല്ല, ശിവനും ഗുരുവാണ്. കാര്യം ഈ സപ്തർഷികൾക്ക് പോലും മൗനത്തിലൂടെ ജ്ഞാനം ഉപദേശിച്ചു കൊടുത്തത് ദക്ഷിണാമൂർത്തിയാണ്. നമുക്കറിയാലോ, ദക്ഷിണാമൂർത്തി മിണ്ടാതെ ഈ ചിന്മുദ്ര പിടിച്ചിരിക്കുന്ന ഒരു പോസ്റ്റർ നമ്മൾ കണ്ടിട്ടുണ്ട്. അവിടെ ഈ മുനിമാരൊക്കെ ഇരിക്കുന്നുണ്ട്. ഈ മുനിമാർക്ക് മുഴുവൻ ജ്ഞാനം ഉപദേശിച്ചു കൊടുത്തത് ആരാണ്? ദക്ഷിണാമൂർത്തിയായ ശിവനാണ്. അപ്പം ശിവൻ പരമഗുരുവാണല്ലോ, ശിവനാണ് പരമഗുരു. അപ്പം ശിവനെയും നമുക്ക് ജൂപ്പിറ്ററിനോട് ഉപമിക്കാം. അപ്പം വിഷ്ണു മാത്രമല്ല, ശിവനും ജൂപ്പിറ്ററിനെ റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. അങ്ങനെയും നമുക്ക് ഉപയോഗിക്കാം. ഇനി വേറെ 2-3 കാര്യങ്ങൾ കൂടി പറയട്ടെ, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കഥകൾ. മഹാബലിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? മഹാബലി, ഈ വാമനൻ മഹാബലിയുടെ ഒരു കഥയുണ്ട്. മഹാബലിയുടെ 3-ലായിരുന്നു ജൂപ്പിറ്റർ. 3-ല് മൂന്നാം ഭാവം. മൂന്നാം ഭാവം എന്ന് പറഞ്ഞാൽ എന്തിന്റെ ഭാവം? 3 കറേജ്, സിബ്ലിങ്സ് ആണ്. കമ്മ്യൂണിക്കേഷൻ അല്ലേ? കമ്മ്യൂണിക്കേഷൻ മാത്രമല്ല, അതൊന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്നാം ഭാവം എന്ന് പറഞ്ഞാൽ, മൂന്നാം ഭാവത്തിന് നേരെ 7th ആസ്പെക്ട് എന്ന് പറഞ്ഞാൽ 7th പൊസിഷൻ എന്ന് പറഞ്ഞാൽ 9th ഹൗസാണ്. ഓക്കെ, അപ്പൊ 9ാം ഭാവത്തിന്റെ ആസ്പെക്ട് ഇവിടെ ഉണ്ട്, 3-ലോട്ടുണ്ട്. 9ാം ഭാവം എന്ന് പറഞ്ഞാൽ ഗുരുവാണ്. ഓക്കെ, 9ാം ഭാവം ഗുരുഭാവമാണ്. അപ്പൊ ഗുരു ഈ 3 എന്ന് പറയുന്നത്, അതായത് 9ാം ഭാവത്തിൽ 9ാം ഭാവത്തിൽ നിന്ന് 3ാം ഭാവത്തിലോട്ടാണ് നോട്ടം വീഴുന്നത്. അപ്പം ഗുരുവിൽ നിന്നുള്ള കമ്മ്യൂണിക്കേഷൻ 3ാം ഭാവമാണ്. ഗുരുവിന്റെ ഉപദേശം എന്ന് പറയുന്നത് 3ാം ഭാവമാണ്. ഓക്കെ, അപ്പൊ 3ാം ഭാവം എന്തായി? കമ്മ്യൂണിക്കേഷനായി. ഗുരുവിൽ നിന്നുള്ള കമ്മ്യൂണിക്കേഷൻ. ഇപ്പൊ ഞാനും ഗുരുവും കൂടി സംസാരിക്കുകയാണ്, ഞങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്റെ ഗുരു എന്നോട് പറയുന്നതല്ല, എന്റെ ഗുരു ഉപദേശമാണല്ലോ. അതാണ് അതിന്റെ റെലവൻസ്. അപ്പൊ ഗുരു ഉപദേശം എന്ന് പറയുന്നത് 3ാം ഭാവമാണ്. ഓക്കെ, ഗുരു ഉപദേശം 3ാം ഭാവമായി. പിന്നെന്തായി? കമ്മ്യൂണിക്കേഷൻ 3ാം ഭാവമായി. ഈ മഹാബലിയുടെ കഥയിൽ വാമനൻ വരുന്നുണ്ട്. മഹാബലിനെ ചവിട്ടിത്താത്താൻ വേണ്ടി വാമനൻ വന്നിട്ട് വാമനൻ 3 അടി ഭൂമി ചോദിക്കും. 3 അടി അപ്പം മഹാബലി ഉടനെ 3 അടി ഭൂമി കൊടുക്കാന്ന് പറയും. ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ് ഓർക്കുന്നുണ്ടോ? ജൂപ്പിറ്റർ എവിടെ നിൽക്കുന്നോ അവിടെ നമ്മൾ അലസത കാണിക്കരുത്. നമ്മൾ വിജിലന്റ് ആയിരിക്കണം. നമ്മുടെ ശ്രദ്ധ വേണം. നമുക്ക് പലപ്പോഴും അവിടെ നമ്മൾ അലസരായി പോകും. ഇദ്ദേഹത്തിന് 3-ലായിരുന്നു. അപ്പൊ ഇദ്ദേഹത്തിന്റെ കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ ആയില്ല എന്നുള്ളതാണ് സത്യം. വാമനൻ ഉദ്ദേശിച്ചത് 3 അടിയല്ല, അറിയാലോ, ലോകം മുഴുവനായിരുന്നു. ആ കമ്മ്യൂണിക്കേഷനിൽ അവിടെ ഒരു എന്ത് പറ്റി? ഒരു അലസത വന്നു പോയി, മനസ്സിലാക്കാൻ പറ്റിയില്ല. ശുക്രാചാര്യർ ആ സമയത്ത് ബലിനെ ഉപദേശിക്കുന്നുണ്ട്, ഇതിന് നിൽക്കരുതെന്ന്. ഗുരു ഉപദേശവും 3ാം ഭാവമാണ്. അവിടെ എന്ത് പറ്റി? മഹാബലിക്ക് അലസത പറ്റി. ഈ 2 ഭാവം, കമ്മ്യൂണിക്കേഷനും ഗുരുപദേശത്തിലും ആർക്ക് അലസത പറ്റി? മഹാബലിക്ക് അലസത പറ്റി. അതുകൊണ്ട് എന്ത് സംഭവിച്ചു എന്ന് അറിയാലോ? മഹാബലിനെ ചവിട്ടി പാതാളത്തിലോട്ട് താഴ്ത്തി. ഇതേപോലെ വേറൊരാളുടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കഥയും കൂടി പറയാം. രാവണൻ കേട്ടിട്ടുണ്ടോ? രാവണന്റെ പ്രത്യേകത എന്താ? രാവണന്റെ 8ാം ഭാവത്തിലായിരുന്നു ജൂപ്പിറ്റർ. 8ാം ഭാവം. 8ാം ഭാവത്തിന്റെ പ്രത്യേകത അറിയാലോ? ഒക്കൾട്ട് സയൻസ് ഒക്കെ ഏതാ? 8ാം ഭാവമാണ്. രാവണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 വേദങ്ങളും 6 ശാസ്ത്രങ്ങളും അറിയാം. അതുകൊണ്ടാണ് 10 തല എന്ന് പറയണത്. 4 വേദങ്ങളും 6 ശാസ്ത്രങ്ങളും രാവണൻ അറിയായിരുന്നു. അതുകൊണ്ടാണ് 10 തല എന്ന് പറയണത്. ഈ രാവണൻ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 8ാം ഭാവം അലസത വരുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. രാവണൻ എല്ലാ ഗ്രഹങ്ങളെയും കൺട്രോൾ ചെയ്യുന്ന ആളാണ്. കാര്യം ഈ 8th ഹൗസുമായിട്ട് ബന്ധപ്പെട്ട എല്ലാം പുള്ളിക്ക് അറിയാം. പക്ഷെ 8th ഹൗസ് സീക്രട്സും കൂടിയാണ്. രാവണന്റെ മരണത്തെ സംബന്ധിക്കുന്ന രഹസ്യം, അതായത് രാവണനെ എങ്ങനെ വധിക്കാം എന്നുള്ള രഹസ്യം അറിഞ്ഞോ അറിയാതെയോ രാവണൻ നിന്നും ആർക്ക് മനസ്സിലായിട്ടുണ്ട്? വിഭീഷണന് മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, വിഭീഷണൻ എന്ന് പറഞ്ഞാൽ രാവണന്റെ അനിയൻ. അപ്പൊ എന്ത് പറ്റി? രാവണ യുദ്ധം നടത്തിയപ്പം വധിക്കാൻ പറ്റുന്നില്ല. ആരാ? രാവണന. ഒരു തരത്തിലും സാധിക്കുന്നില്ല. അപ്പോൾ വിഭീഷണനാണ് രാമൻ എന്ത് പറഞ്ഞു കൊടുത്തത്? രാവണനെ വധിക്കേണ്ട വഴി പറഞ്ഞു കൊടുത്തത്. അപ്പൊ എന്തു പറ്റി? രാവണന് സ്വന്തം ഒരു സീക്രട്ട് സൂക്ഷിക്കാൻ കഴിഞ്ഞില്ല. 8th ഹൗസിൽ ജൂപ്പിറ്റർ നിൽക്കുന്ന ഹൗസിൽ അദ്ദേഹത്തിന് ഒരു ശ്രദ്ധക്കുറവ് സംഭവിച്ചു. അതാണ് രാവണന്റെ വധത്തിന് കാരണമായത്. അപ്പം അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. അപ്പോൾ നമ്മൾ ഏത് ഹൗസിലാണോ ജൂപ്പിറ്റർ നിൽക്കുന്നത് അവിടെ നമ്മൾ വളരെ വിജിലന്റ് ആയിരിക്കണം. അതേപോലെ ദ്രൗപദിയുടെ 6th ഹൗസിലാണ് ജൂപ്പിറ്റർ. അപ്പൊ 6th ഹൗസിലാണ് ജൂപ്പിറ്റർ നിൽക്കുന്നതെങ്കിൽ 6th ഹൗസ് ശത്രുക്കളാണല്ലോ. ഈ ശത്രുക്കളെ കൊണ്ട് നമ്മളുടെ ജൂപ്പിറ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബഹുമാനം കൂടിയാണ്. ഗുരുക്കന്മാരെയല്ലേ നമ്മൾ ബഹുമാനിക്കുന്നത്. സൂര്യൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ അഭിമാനമാണ്. പക്ഷെ ഗുരു എന്ന് പറഞ്ഞാൽ, വ്യാഴം എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന റെസ്പെക്റ്റ് ആണ്. അപ്പൊ 6th ഹൗസിൽ ജൂപ്പിറ്റർ നിൽക്കുമ്പോൾ ശത്രുക്കൾ കാരണം നമ്മുടെ അഭിമാനത്തിന് മുറിവേൽക്കും. അങ്ങനെയാണ് ഈ ദ്രൗപദിയുടെ അഭിമാനത്തിന് മുറിവേൽക്കുന്നത്, വസ്ത്രാക്ഷേപം നടക്കുന്നത്. പക്ഷെ അവിടെ ഒരു പ്രത്യേകത ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഒരു നെഗറ്റീവ് പ്ലേസ്മെന്റിൽ ജൂപ്പിറ്റർ നിൽക്കുകയാണെങ്കിൽ എൻഡ് പോയിന്റിൽ ജൂപ്പിറ്റർ നമ്മളെ രക്ഷിക്കും.
ദ്രൗപദിയുടെ വസ്ത്രാക്ഷേപം നടക്കുമ്പോൾ അവസാന നിമിഷം ആരാ വന്ന് രക്ഷിക്കുന്നത്? ഭഗവാൻ ശ്രീകൃഷ്ണനാണ്. അതും ജൂപ്പിറ്ററിന്റെ ഒരു വിളയാട്ടം തന്നെയാണ്. വേറെ പ്രത്യേകതയും കൂടി ഉണ്ട്. 6th ഹൗസിൽ നിൽക്കുന്ന ജൂപ്പിറ്ററെ 10th ഹൗസിലോട്ട് നോക്കും. 10th ഹൗസ് നമ്മുടെ ഡിഗ്നിറ്റിയാണ്. ഓക്കെ, ജൂപ്പിറ്റർ എങ്ങനെയാണ് ഡിഗ്നിറ്റി ആണെന്ന് 10th ഹൗസ് ഡിഗ്നിറ്റിയാ. അപ്പം ഈ 6th ഹൗസിൽ നിന്ന് 10th ഹൗസിലോട്ട് ജൂപ്പിറ്റർ നോക്കുകയല്ലേ. അപ്പൊ 10th ഹൗസ് അത് തന്നെ അൾട്ടിമേറ്റ്ലി ഡിഗ്നിറ്റി പോകാൻ ജൂപ്പിറ്റർ സമ്മതിക്കില്ല. അവസാന നിമിഷം ജൂപ്പിറ്റർ രക്ഷിക്കുക തന്നെ ചെയ്യും. ഇതൊക്കെയാണ് ജൂപ്പിറ്ററിന്റെ കുറെ എന്താ പറയാ, നമുക്കറിയാത്ത കുറെ ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള കുറെ റിലവൻസുകൾ. മനസ്സിലായോ? ഓക്കെ. ഈ ജൂപ്പിറ്ററിനെ കുറച്ച് ഒന്നും കൂടെ അതായത് കുറച്ചും കൂടെ പറയുമോ? ജൂപ്പിറ്ററിനെ ഒരു കാര്യമുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ പറഞ്ഞത് ജൂപ്പിറ്റർ ഓരോ ഹൗസിൽ നിൽക്കുമ്പോൾ ആ ഹൗസിലെ ജൂപ്പിറ്റർ ഭയങ്കര ഭാരമുള്ള പ്ലാനറ്റാണ്. കണ്ടിട്ടില്ലേ? വലിയ പ്ലാനറ്റ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ ഹൗസിൽ നിൽക്കുമ്പോൾ ആ ഹൗസിനൊന്ന് അമർത്തിക്കളയും. അതാണ് സംഭവിക്കുന്നത്. അതല്ലാണ്ട് കാരകത്വ ദോഷം എന്ന് പറഞ്ഞത് വേറെ ഉണ്ട് കേട്ടോ. അതായത് ജൂപ്പിറ്റർ 5ാം ഭാവത്തിന്റെ കാരകത്വം ജൂപ്പിറ്ററിനാണ്. അപ്പം 5ാം ഭാവത്തിൽ ജൂപ്പിറ്റർ നിൽക്കുകയാണെങ്കിൽ സന്താനത്തിന് പ്രശ്നമുണ്ടാകും. 11ൽ ജൂപ്പിറ്റർ നിൽക്കുകയാണെങ്കിൽ നമ്മുടെ എൽഡർ ആയിട്ടുള്ള ആളുകൾക്ക് പ്രശ്നമുണ്ടാകും, മുതിർന്ന ആളുകൾക്ക് പ്രശ്നം ഉണ്ടാവും. അങ്ങനെ കാരകത്വ ദോഷം വേറെയുണ്ട്. അത് നമ്മളിവിടെ ഞാൻ പറഞ്ഞില്ലെന്ന് മാത്രം നിനക്ക് അറിയാലോ. പിന്നെ ജൂപ്പിറ്റർ ഡബ്ലി ആകുമ്പോഴേ, അതായത് കാപ്രിക്കോണിൽ ഡബ്ലി ആവുമല്ലോ. ഡബ്ലി ആവുമ്പം ചിലപ്പോൾ ഡബ്ലി ആയാലും വലിയ ബുദ്ധിമുട്ടുകൾ വരില്ല. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാവുന്നൊരു കാര്യമുണ്ട്. ഈ 3, 6, 8 3, 6, 8 ലോഡ് ഡബ്ലി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നല്ലതാന്ന് പറയും. വിപരീത രാജയോഗമാണല്ലോ. അപ്പോൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അറിയാലോ. ഇപ്പോൾ ലിബറയുടെ 3rd ഹൗസ് ലോഡാണ് ജൂപ്പിറ്റർ. അപ്പോൾ ലിബറയിലാണ് ഒരാളുടെ അസെൻഡന്റ് എങ്കിൽ ജൂപ്പിറ്റർ ഡബ്ലി ആയാൽ കുഴപ്പമില്ല. കാര്യം 3rd ഹൗസ് ലോഡല്ലേ ഡബ്ലി ആയി പോകുന്നത്. മനസ്സിലായോ? അതേപോലെ തന്നെ ഇപ്പോൾ 6th ഹൗസ് ലോഡ്, ഇപ്പോൾ ലിബറയുടെ 6th ഹൗസ് ലോഡും ജൂപ്പിറ്ററാണ്. അപ്പോൾ അതും ഈ പറഞ്ഞ ജൂപ്പിറ്റർ ഡബ്ലി ആവണമെങ്കിൽ പ്രശ്നമില്ല. അതേപോലെ ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ടോറസിന്റെ ജൂപ്പിറ്റർ എന്ന് പറയുന്നത് 8th ഹൗസ് ലോഡാണ്. അപ്പോൾ ജൂപ്പിറ്റർ അവിടെ ഡബ്ലി ആയി പോയി കഴിഞ്ഞാലും വലിയ പ്രശ്നങ്ങളില്ല. അപ്പം ജൂപ്പിറ്റർ ഏതെങ്കിലും ഹൗസസിന്റെ 3, 6, 8 ലോഡാണ്, അത് ഡബ്ലി ആവണമെങ്കിൽ പ്രശ്നമില്ല. അതേപോലെ തന്നെ ഈ ചില രാശീസിന്റെ ഇപ്പം ഈ പറയുന്ന കാപ്രിക്കോൺ എന്ന് പറയുന്നത് 3rd ഹൗസ് ആവുകയാണെങ്കിൽ, അതായത് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ലിബറയുടെ അല്ല സ്കോർപ്പിയോയുടെ 3rd ഹൗസ് ആണ് കാപ്രിക്കോൺ എന്ന് പറയുന്നത് ആണല്ലോ. അപ്പൊ സ്കോർപ്പിയോ അസെൻഡന്റ് ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ 3rd ഹൗസിൽ ജൂപ്പിറ്റർ ഡബ്ലി ആയ പ്രശ്നമില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്നാം ഭാവത്തില് നീചനായിട്ടുള്ള ഗ്രഹമല്ലേ നിൽക്കുന്നത്. അത് വിപരീത രാജയോഗമാണ്. മനസ്സിലായോ? അതേപോലെ തന്നെ ഏതെങ്കിലും ഒരു അസെൻഡന്റിന്റെ 8th ഹൗസ് ആണ് ഇതെന്ന് വിചാരിക്കുക. കാപ്രിക്കോൺ 3rd ഹൗസ് ആവോ 8th ഹൗസ് ആവോ 6th ഹൗസ് ആവോ ചെയ്ത് അവിടെ ജൂപ്പിറ്റർ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ അസെൻഡുകാർക്ക് ഈ ജൂപ്പിറ്റർ ഡബ്ലി ആയതുകൊണ്ടുള്ള പ്രശ്നമില്ലെന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. ഓക്കെ, അങ്ങനെ ഒരു ഗുണമുണ്ട്. പിന്നെ നീ നേരത്തെ പറഞ്ഞില്ലേ ബ്ലെസ്സിങ്സ്, ഈ ജൂപ്പിറ്ററിന്റെ ബ്ലെസ്സിങ്സ് കൂടുതലും വരുന്നതേ അത് നിന്ന് കഴിഞ്ഞിട്ട് 5ലോട്ടോ 9ലോട്ടോ നോക്കുമെന്ന് പറഞ്ഞല്ലോ. അങ്ങോട്ടാണ് ഈ ബ്ലെസ്സിങ്സ്, ജൂപ്പിറ്ററിന്റെ ബ്ലെസ്സിങ്സ് വരുന്നത്. അപ്പോൾ ഈ 9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജന്മത്തിൽ നമ്മൾ ചെയ്യുന്ന പുണ്യകർമ്മങ്ങളാണ്. അതാണ് നമ്മുടെ അടുത്ത ജന്മത്തിൽ 5ാം ഭാവമായിട്ട് മാറുന്നത്, അടുത്ത ജന്മത്തിൽ പുണ്യകർമ്മങ്ങളായിട്ട് മാറുന്നത്. അപ്പോൾ ജൂപ്പിറ്ററിന്റെ പീരീഡിലെല്ലാം വളരെ ധാർമ്മികമായ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അതിൽ ഒരു രസകരമായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ നമ്മളെ ആളുകൾ ബ്ലെസ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുക. നമ്മളൊരു നല്ല കാര്യം ചെയ്യുന്നു, നമ്മളെ ആളുകൾ ബ്ലെസ് ചെയ്യുന്നു. ബ്ലെസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ബ്ലെസ്സിങ് എഫക്ട് എവിടെ വരും എന്നറിയാവോ? ജൂപ്പിറ്ററിന്റെ 5, 9 ആസ്പെക്ട് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ അതെ, ഒരാൾ എന്നെ ബ്ലെസ് ചെയ്ത് നന്നായി വലിയ ഉപകാരം എന്ന് പറയുകയാണെങ്കിൽ, അയാൾ എന്നെ ബ്ലെസ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് അയാളുടെ ബ്ലെസ്സിങ് കൊണ്ടുള്ള റിസൾട്ട് കിട്ടുന്നത് എൻ്റെ ജൂപ്പിറ്ററിന്റെ 5th ആസ്പെക്റ്റിലും 9th ആസ്പെക്റ്റിലുമാണ്. അതായത് എൻ്റെ ലഗ്നത്തിലാണ് ജൂപ്പിറ്റർ നിൽക്കുന്നതെങ്കിൽ ഒരാൾ എന്നെ ബ്ലെസ് ചെയ്ത് കഴിഞ്ഞാൽ ലഗ്നത്തിൽ നിൽക്കുന്ന ജൂപ്പിറ്റർ 5ലോട്ടും നോക്കും 9ലോട്ടും നോക്കും. അപ്പൊ 5 എൻ്റെ സന്താനഭാവമാണ്. ഒരാൾ എന്നെ ബ്ലെസ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ കുട്ടികൾക്കാണ് ഗുണം. ഒരാൾ എന്നെ ബ്ലെസ് ചെയ്ത് കഴിഞ്ഞാൽ 9th ആസ്പെക്റ്റും ഉണ്ടല്ലോ ജൂപ്പിറ്ററിന്. 9th ആസ്പെക്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ ഭാഗ്യമാണ്, എൻ്റെ ഭാഗ്യം അല്ലെങ്കിൽ എൻ്റെ റിലീജിയസ് ആയിട്ടുള്ള ധാർമ്മിക കാര്യങ്ങളൊക്കെയാണ്. അവിടെയും ആ ബ്ലെസ്സിങ് വീഴും. അങ്ങനെയാണ് ജൂപ്പിറ്ററിന്റെ ബ്ലെസ്സിങ് പോകുന്നത്. അതെല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. ജൂപ്പിറ്റർ എവിടെ വേണമെങ്കിലും നിന്നോട്ടെ, ജൂപ്പിറ്ററിന്റെ ആസ്പെക്റ്റിലാണ് ഒരാൾ നമ്മളെ ബ്ലെസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ബ്ലെസ്സിങ് വർക്ക് ചെയ്യുന്നത്. മനസ്സിലായോ? പിന്നെ ഒരു ഉഗ്രൻ രസകരമായ കാര്യം കൂടി പറഞ്ഞുതരാം. അതായത് ജൂപ്പിറ്ററിന്റെ ബെസ്റ്റ് പൊസിഷൻ എന്തായിരിക്കും? ഒരാളുടെ ഹൗസസിൽ 1 to 12 ഹൗസസിൽ ജൂപ്പിറ്റർ എവിടെ നിൽക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് എന്ന് തോന്നുന്നത്? ഏറ്റവും നല്ലതായിട്ട് തോന്നുന്നത് ഈ 9th ആയിരിക്കും അല്ലേ? 9th നിൽക്കുന്നത് തന്നെയാണ് നല്ലത്. ജൂപ്പിറ്ററിൽ 9th നിന്ന് കഴിഞ്ഞാൽ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 1st ഹൗസിലോട്ട് നോക്കും, 5th ഹൗസിലോട്ട് നോക്കും അല്ലേ? 1st ഹൗസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരമാണ്. നമ്മുടെ ശരീരം ഞാൻ ഉണ്ടെങ്കിലല്ലേ എനിക്ക് എന്ത് ഭാഗ്യം ഉണ്ടായിട്ടും കാര്യമുള്ളൂ.
അപ്പം എൻ്റെ ഫസ്റ്റ് ഹൗസിലോട്ട് നോക്കുമ്പം എൻ്റെ ഹെൽത്ത്, എൻ്റെ പേഴ്സണാലിറ്റി, എൻ്റെ തോട്ട് പാറ്റേൺ എല്ലാത്തിലോട്ടും ജൂപ്പിറ്ററിൻ്റെ ദൃഷ്ടി ഉണ്ടായി. അപ്പം ഞാൻ ഫിസിക്കലി സ്ട്രോങ് ആയി, ഞാൻ എക്സിസ്റ്റ് ചെയ്യണമല്ലോ, നല്ല ബാക്കി എല്ലാത്തിനും കാര്യമുള്ളൂ. പിന്നെ നോക്കുന്ന ഫിഫ്ത്ത് ആസ്പെക്റ്റിലുമാണ്. അപ്പോൾ ഫിഫ്ത്ത് ആസ്പെക്റ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഇൻ്റലിജൻസുമാണ്. ഒരു രസകരമായ കാര്യം പറയട്ടെ, ഒരിക്കൽ പണ്ട് എൻ്റെ ഒരു ഗുരുനാഥൻ പറഞ്ഞിട്ടുണ്ട്, അതായത് അത് ജ്യോതിഷത്തിനെ ബേസ് ചെയ്ത് പറഞ്ഞല്ല, അതായത് മിക്ക ഈ നാസ്തികരായ ആളുകൾ ഉണ്ടാവുമല്ലോ, അതായത് നാസ്തികന്മാരെന്ന് പറഞ്ഞാൽ ദൈവത്തിനെ നിഷേധിച്ചുകൊണ്ട് നടക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ നിഷേധിക്കുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ. ഇവരുടെയൊക്കെ 9th ഹൗസിൽ മിക്കവാറും അത് അവരുടെയൊക്കെ വ്യാഴം ഭയങ്കര ശക്തി ഉള്ളതായിരിക്കും, അല്ലെങ്കിൽ വ്യാഴം ഗുഡ് പൊസിഷനിലായിരിക്കും എന്നാ പറയാറ്. അതാ രസം. എന്നുവെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ല, ജൂപ്പിറ്റർ എവിടെ നിൽക്കുന്നു അവിടെയാണ് നമുക്ക് അലസത വരുന്നത്. ജൂപ്പിറ്റർ 9th ഹൗസിൽ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ 9th ഹൗസ് എന്ന് വെച്ചാൽ റിലീജിയസ് ആയിട്ടുള്ള എല്ലാ ആക്ടിവിറ്റിയും 9th ഹൗസ് അല്ലേ. അപ്പോൾ ഒരാളുടെ 9th ഹൗസിൽ ജൂപ്പിറ്റർ നിൽക്കുമ്പോൾ അയാൾ അവിടെ ശ്രദ്ധിച്ചാൽ ഓക്കെ, ശ്രദ്ധിച്ചില്ലെങ്കിൽ എന്ത് പറ്റും, ഈ റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങളെയും ഈ പറഞ്ഞ റിലീജിയസ് ആയിട്ടുള്ള ചിന്തകളെയും ആ പാറ്റേണുകളെയും എല്ലാം ഇയാൾ നിഷേധിക്കും. മിക്ക ദൈവനിഷേധം ദൈവനിഷേധം ഞാൻ ഉദ്ദേശിക്കുന്നത് നാസ്തികതയും മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞു നടക്കുന്ന ആളുകളെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, പാപികളായ ആളുകളല്ല ഞാൻ പറയുന്നത്, അവർ ദൈവത്തിലൊന്നും വിശ്വസിക്കുന്നില്ല, പക്ഷെ അവർ നല്ല ആൾക്കാരാണ്. നല്ല ആളുകൾ എന്ന് വെച്ചാൽ നല്ല മനുഷ്യരാണ്, മനുഷ്യരെ സഹായിക്കുന്നതിലാണ് അവർക്ക് വിശ്വാസം കൂടുതൽ, ദൈവത്തിലൊന്നും അവർ മുഖം കൊടുക്കുന്നേ ഇല്ല. അങ്ങനെയുള്ള ആളുകളുടെ ഹോറോസ്കോപ്പ് നോക്കിക്കഴിഞ്ഞാൽ മിക്കവാറും ജൂപ്പിറ്റർ 9th ഹൗസിലായിരിക്കും. അവർക്ക് നല്ല തോട്ട് പാറ്റേൺ കൊടുക്കും ജൂപ്പിറ്റർ. വരെ ഫസ്റ്റ് ഹൗസിലോട്ടാണല്ലോ നോക്കുന്നത്, നല്ല പേഴ്സണാലിറ്റി, നല്ല ക്യാരക്ടർ കൊടുക്കും. അവരുടെ 5th ഹൗസിലോട്ടും നോക്കും, നല്ല ഇന്റലിജൻസും കൊടുക്കും. ഓക്കെ, നിൽക്കുന്ന 9th ഹൗസ് ഉണ്ടല്ലോ, റിലീജിയസുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ അവർ സ്വാഭാവികമായിട്ടും അവർ അലസരായി പോവുകയും അവർ ശ്രദ്ധിക്കുകയില്ല. അതാണ് ജൂപ്പിറ്ററിന്റെ ഒരു പ്രത്യേകത. ഇനി സ്പിരിച്വാലിറ്റി നമുക്ക് നൽകുന്ന പ്ലാനറ്റ് ഏതാ? ജൂപ്പിറ്റർ. വൺ മോർ പ്ലാനറ്റ് ഒന്നും കൂടി ഉണ്ട്, ഏതാണെന്നറിയോ? കേതു. ഒരു കാര്യം ശ്രദ്ധിക്കുക, അതായത് നമ്മുടെ ചാർട്ടിൽ ഈ കേതു എന്ന് പറയുന്ന പ്ലാനറ്റ് 4, 8, 12 പൊസിഷനിലാണ് നിൽക്കുന്നത് നോക്കുക. 4, 8, 12 ഏത് രാശികളാണെന്ന് ഓർമ്മയുണ്ടോ? മോക്ഷരാശികളാണ് ഞാൻ പറഞ്ഞിട്ടില്ലേ. അപ്പം 4, 4, 8, 12 ഞാൻ പറഞ്ഞിട്ടില്ലേ, ജൂപ്പിറ്റർ 4, 8, 12 നിൽക്കുന്നതാണെങ്കിൽ അത് മോക്ഷത്തിനെ നൽകുന്ന ഒരു കോമ്പിനേഷനാണ്. അപ്പം അതുകൂടി പറഞ്ഞേക്കാം, 4, 8, 12 ജൂപ്പിറ്റർ നിൽക്കുന്ന ഒരാൾ നിന്റെ അടുത്ത് വന്നിട്ട് മെറ്റീരിയൽ ഗെയിൻ വേണം, മെറ്റീരിയൽ ആയിട്ടുള്ള പ്രോസ്പെരിറ്റി വേണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് റെമഡി ഒന്നും പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ല. അയാളോട് ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ച് മുന്നോട്ട് പോകാൻ പറഞ്ഞാൽ മതി. കാര്യം അയാൾ വന്നിരിക്കുന്നത് എന്തിനാ? അയാൾ വന്നിരിക്കുന്നത് തന്നെ സ്പിരിച്വാലിറ്റിക്കും മോക്ഷത്തിനും വേണ്ടിയാണ്. 4, 8, 12 ജൂപ്പിറ്റർ. അപ്പോൾ പിന്നെ അയാൾക്ക് ഈ മെറ്റീരിയൽ ഗെയിനിൽ വല്ല പ്രാധാന്യം ഉണ്ടോ? ഒരു പ്രാധാന്യം ഉണ്ടാവില്ല. ഞാൻ പറയാൻ പോകുന്ന കോമ്പിനേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ 4, 8, 12 കേതു നിൽക്കുകയാണെന്ന് വിചാരിക്കാം. കേതു സ്പിരിച്വാലിറ്റിനെ കാണിക്കുന്ന ഒരു പ്ലാനറ്റാണ്. അതുമായിട്ട് ജൂപ്പിറ്ററിന് എന്തെങ്കിലും ഒരു ബന്ധം, അതായത് ജൂപ്പിറ്റർ കേതുവിന്റെ ഒപ്പം നിൽക്കുക, അല്ലെങ്കിൽ ജൂപ്പിറ്ററിന്റെ ഒരു ആസ്പെക്ട് വരുവോ ചെയ്യാന്ന് വിചാരിക്കാം. 4, 8, 12 കേതു, ആ കേതുവായിട്ട് ജൂപ്പിറ്ററിന്റെ ഒരു ബന്ധം. ഓക്കെ, 4, 8 ഭാഗങ്ങൾ എന്തെങ്കിലും ബന്ധം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അയാൾ ഒരു സാധാരണ മനുഷ്യനായിരിക്കില്ല. അയാൾ മിക്കവാറും ഒരു എൻലൈറ്റഡ് പേഴ്സൺ ആവാനാണ് സാധ്യത. കാര്യം ഈ കേതുവിൻ്റെയും, അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം മുക്തി നൽകാൻ പ്രാപ്തിയുള്ള 2 പ്ലാനറ്റുകൾ കേതുവും ജൂപ്പിറ്ററും, ഇവർ രണ്ടുപേരും ഒരുമിച്ച് ഏതെങ്കിലും രീതിയിൽ 4, 8, 12 ബന്ധപ്പെടുകയാണെങ്കിൽ അയാളൊരു സാധാരണക്കാരനായിരിക്കുകയില്ല. മിക്കവാറും അയാൾ ഒരു എൻലൈറ്റഡ് ബീയിങ് ആയിരിക്കും, ഒരു സാധാരണ വ്യക്തി ആയിരിക്കില്ല. പുറമേക്ക് ചിലപ്പോൾ നമ്മൾ കാണുമ്പോൾ അയാൾ വെറും സാധാരണക്കാരനെ പോലെ ആയിരിക്കും. അയാൾ ചിലപ്പോൾ നല്ലതോ ചീത്തയായ പ്രവർത്തികളൊക്കെ ചെയ്യുന്നുണ്ടാവും, പക്ഷെ ആക്ച്വലി അയാൾ ഒരു സിദ്ധപുരുഷനായിരിക്കും. അങ്ങനെ എക്സാമ്പിൾ ഉള്ള ആരെങ്കിലും അറിയോ? ആ എക്സാമ്പിൾ അറിയാം, പക്ഷെ ഇവിടെ നമുക്ക് പബ്ലിക്കായിട്ട് പറയാൻ പറ്റില്ലല്ലോ. ഓക്കെ, മനസ്സിലായില്ലേ? ഓക്കെ, ശരി.